കണിക്കൊന്ന പൂവ് ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ടതായി മാറിയതിന് ഒരു കഥയുണ്ട്. കലികാലം ആരംഭിച്ച് പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്തമന്മാർക്കും ലഭിച്ചിട്ടുണ്ട്. കുറൂരമ്മ, വില്ലുമംഗലം, പൂന്താനം, അങ്ങനെ കണ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും. തൊടിയിലും പാടത്തൊക്കെ രണ്ടുപേരും കളിക്കും. ആ കുഞ്ഞ് അതേപറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം ഭഗവാൻ കുട്ടിയുടെ കൂടെ കളിക്കാൻ ചെന്നു എന്ന് പറഞ്ഞത്. ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണ്ണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു. അന്ന് ആ മാലയും അണിഞ്ഞുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനോടൊപ്പം കളിക്കാൻ പോയത്. കണ്ണൻ്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി. കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായിട്ട് നൽകി. വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി. ആ സമയം കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. ആരും അത് വിശ്വസിച്ചില്ല. കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശിക്ഷിക്കാനൊരുങ്ങി. പേടിച്ച കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത്, "കണ്ണാ, നീ എൻ്റെ ചങ്ങാതിയല്ലേ? ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയാമായിരുന്നു. നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട, ഈ മാലയും" എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് കുഞ്ഞ് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും ഒരശരീരി കേട്ടു, "ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ്. ഈ പൂക്കൾ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല." അന്നു മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായി സ്ഥാനം പിടിച്ചു.